എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഇപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലുണ്ട്. 7:20 വന്ദേ ഭാരതിലാണ്. ഇപ്പം എന്താ ഇവിടുത്തെ ഈ സ്റ്റേഷനിൽ ഇപ്പം 2 ട്രെയിൻ വരും. ഒന്ന് ചെന്നൈ MGR ചെന്നൈ സെൻട്രൽ മെയിലും, മറ്റേത് തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്. ഓക്കെ, സോ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ശരിക്കും ഇത് നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പേ എത്താൻ നോക്കുക. കാരണം മെട്രോ ഇറങ്ങി നടന്നു വരുമ്പോൾ സമയം എടുക്കും. കാരണം മെട്രോ ഡയറക്റ്റ് കണക്ടിവിറ്റി റീഡെവലപ്മെന്റിന് ശേഷം കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ സോ സോ ആ 2 ട്രെയിനിന്റെ വീഡിയോ നിങ്ങൾ കാണും. പാലരുവി എക്സ്പ്രസ് വന്നു. ഈ സ്റ്റേഷനുള്ള മിക്കത്തിനും കുറേ പാലരുവി എക്സ്പ്രസ് LHP ആയപ്പോൾ ഒരു തേർഡ് AC കോച്ച് കിട്ടിയല്ലേ. ജനറൽ അത്ര തിരക്കില്ല, പക്ഷെ ഇവിടെ നല്ല തിരക്കാവും. ശരിക്കും ഓഫീസ് ടൈം ബേസ് ചെയ്ത്, അതായത് രാവിലെ ഓഫീസ് ടൈമും സ്കൂൾ ടൈമും ബേസ് ചെയ്ത് ഒരു സ്പെഷ്യൽ മെമോ തുറന്നിട്ട് ഈ തിരക്ക് കുറയാനുള്ളതേ ഉള്ളൂ. ശരിക്കും നമ്മളിപ്പോഴത്തെ ഈ ബ്ലോഗേഴ്സ് പറയുന്ന സജഷൻസ് അധികാരികൾ അത് നോട്ട് ചെയ്ത് അതിനൊരു ഡിസിഷൻ ഉണ്ടാക്കിയാലേ നല്ല രീതിയിൽ വികസനം വരികയുള്ളൂ. ചെന്നൈ മെയിലും വരണുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ജനശതാബ്ദി ഇല്ല, കണ്ണൂർ ജനശതാബ്ദി ഇല്ല. അപ്പോൾ ഈ ട്രെയിൻ പോയ ശേഷം ചെന്നൈ മെയിൽ വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റൂ. ഇതിപ്പോൾ എടുക്കാം വന്നിട്ട് ഇപ്പോൾ 1 മിനിറ്റായി. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെല്ലാം വീഡിയോ കണ്ട് കാണുമല്ലോ. ചെന്നൈ മെയിലും വന്നു. അപ്പോൾ ചെന്നൈ മെയിലിനി കിട്ടുമോ നോക്കണം. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് എറണാകുളം എക്സ്പ്രസ്സിൽ വന്നതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഇനി ബാക്കി ചാലക്കുടിയിൽ നിന്ന് ഇടപ്പള്ളി വരെ വന്നതിൻ്റെ പാസഞ്ചർ ട്രെയിനിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ലുലുമോൾ എക്സ്പ്ലോറിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ മെട്രോ റെയിലിംഗ് വന്നത് 8 മിനിറ്റ് ഡ്യൂറേഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഇതുണ്ട്. അത് സാരമില്ല. ഇപ്പം ട്രെയിനിൽ നിന്ന് തന്നെ ചാലക്കുടി ടു ഇടപ്പള്ളി ഷൂട്ട് ചെയ്യാം. ഓക്കെ സോ അങ്ങനെയുണ്ട്. പക്ഷേ എന്തായാലും വീഡിയോസ് വരും. കാരണം നൈറ്റ് കിടക്കാനായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എക്സ്പോർട്ട് ആകും. പിന്നെ രാവിലെ എണീച്ച് അപ്ലോഡ് ചെയ്തിട്ടാൽ മതി. പിന്നെ കോളേജിലെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് അത് ആവും. പാലരുവി എക്സ്പ്രസ് പോയി. അപ്പം കിടപ്പുണ്ട്. ഇടയ്ക്ക് ഏതോ ട്രെയിൻ ചെന്നൈ മേലെ ഓവർടേക്ക് ചെയ്ത് പോയി. അത് ഏത് ട്രെയിനൊന്നും കണ്ടില്ല. പാലരുവി ഇപ്പം എടുത്ത് പോയതുള്ളൂ. കണ്ട പോകുന്നതാണ് പാലരുവി. കോച്ച് പൊസിഷൻ അനൗൺസ് ചെയ്ത് നോക്കാം.
ട്രെയിനിൽ കയറി എടുത്തു. എല്ലാം നേരിട്ടുള്ള വിഷ്വൽസ് ആണ്. എന്നാലും നോക്കാം. ചാലക്കുടി ടു ഇടപ്പള്ളിയുടെ വീഡിയോ ഞാൻ ഫോണിൽ നിന്ന് ഇതിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ അത് ഇപ്പം ടാബിലേക്കാണ് കോപ്പി ചെയ്യുകയാണ്. ടാബിലേക്ക് അത് കോപ്പി ചെയ്തിട്ടാണ് ഞാൻ ടാബിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഫോണിൻ്റെ ഇത് കുറയും. എൻ്റെ കൂടെ ഉള്ളവര് വേറെ കോച്ചിലാണ്. അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമില്ല, കാരണം അറിയാല്ലേ ഇരുട്ടാണ്. കാഴ്ചകൾ തന്നെ കാണിക്കാം. ഫുഡൊക്കെ കഴിച്ചു. ഈ മെട്രോൻ്റെ ചാലക്കുടി ടു ഇടപ്പള്ളിയുടെ വീഡിയോ ചെയ്യുക. പള്ളിയുടെ വീഡിയോ എക്സ്പോർട്ടായി വന്നിരിക്കുകയാണ്. ഇനി അത് അപ്ലോഡ് ചെയ്യണം. അത് മിക്കവാറും ഇനി വീട്ടിൽ പോയിട്ടേ പറ്റുള്ളൂ. വീട്ടിൽ പോയി അപ്ലോഡ് ചെയ്താൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ട് കിടന്നാലാകുമ്പോഴത്തേക്ക് അത് ഫുള്ളാവും. ഞാൻ പിന്നെ അത് നിങ്ങൾ കാണുന്നതിന് മുമ്പ് അതിൽ ഡിസ്ക്രിപ്ഷനും ഐ ബട്ടൺ ആഡ് ചെയ്താൽ മതി. പിന്നെ വന്ദേ ഭാരത് പിന്നെ ഭാഗത്തൊന്നും അറിയാമല്ലോ, അത് ശേഷം അത് ക്ലീനാണ്. സോ ഇനിയിപ്പം വീഡിയോ കിടക്കുന്നു. അതായത് ലുലുമോൾ എക്സ്പോയുടെ വീഡിയോ ഉണ്ട്. പിന്നെ കൊച്ചി മെട്രോ പറ്റുന്നാത്ത രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെ ആക്കണം. പിന്നെ എനിക്ക് വന്ദേ ഭാരത് വീഡിയോ എത്രയാകുമെന്ന് നോക്കണം. എന്തായാലും നിങ്ങൾ കാണും. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിന് ശേഷം നെക്സ്റ്റ് വീക്ക്, അതായത് ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 30-31 വരെ വീഡിയോസ് ഒന്നും കാണുന്നത്. ഒരാഴ്ച ബ്രേക്ക് എടുക്കുവാണ്. ആ ഒരാഴ്ചയുടെ ബ്രേക്ക് ആയിട്ടാണ് ചെന്നൈ യാത്രയുടെ വരെ. ഞാൻ ചെന്നൈ പോകുന്നുണ്ട്. അത് എങ്ങനെ പറയാം, ലാസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ കയറിയത് മറ്റേ കോട്ടയം വരെ വേനാടി വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നതാണ്. സോ വന്ദേ ഭാരത് അല്ലാണ്ട് വേറെ വണ്ടിയില്ല. കാരണം ഇപ്പം എറണാകുളം സൗത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ 5:30 കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടിയില്ല. 5:30 ജംഗ്ഷനാക്കി കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ നിന്ന് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 11 കാണുന്നുള്ള വണ്ടിയുള്ളൂ. അത് രാവിലെ 4:15 ആവും. അതുകൊണ്ടാണ് വന്ദേ ഭാരത് എടുക്കുന്നത്. സോ ഞാൻ ഈ സീറ്റിൽ പോട്ടെ. ചെങ്ങന്നൂർ സ്റ്റേഷൻ എത്താറായി. അപ്പം ഞാൻ കഴിക്കണം മുമ്പ് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇപ്പം ഫുൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതിനി അപ്ലോഡ് ചെയ്യണം. അതിപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ലുലുമോളിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യും. കണ്ടു, ഇത് ഹോട്ട്സ്പോട്ടാണ് കണക്ട് ചെയ്തതുകൊണ്ട് ഹോട്ട്സ്പോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഫോണിലിപ്പോൾ ചാർജ് ഇല്ല. അപ്പം ഏതായാലും ടാബ്ലറ്റ് നന്നായാണ്. കാരണം ഞാൻ എൻ്റെ ഫോണ് ഒരിക്കലും എല്ലാം ഫുൾ റീസെറ്റ് ചെയ്തു. കാരണം വേറെ വരിയില്ല. കാരണം എൻ്റെ ഫോണ് പെട്ടെന്ന് ഇതാവുന്നു. പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാണ്. അതായത് കുറേ അൺവാണ്ടഡ് ഫയൽസ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ റീസെറ്റ് ചെയ്തിട്ടു. പിന്നെ ടാബ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം 2 വീഡിയോ എഡിറ്റായി. ഇനി ഈ വന്ദേ ഭാരത് വീഡിയോ മിക്കവാറും ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇടുള്ളൂ. വന്ദേ ഭാരത് എത്ര ഡ്യൂറേഷൻ വരും എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിരിക്കാം. എന്തായാലും ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇതും കൂടെ കഴിക്കാം. ഇയർബഡ് വാങ്ങിച്ചു. ഇതിനൊക്കെ വീഡിയോ ഞാൻ ചെയ്തതാണ്. പിന്നെ മൊബൈലിൽ നിന്ന് ഞാൻ ഈ പെൻഡ്രൈവ് വഴി കോപ്പി ചെയ്യും. കൂടുമ്പോൾ തന്നെ റീസെറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഫോൺ ചിലപ്പോൾ അടിച്ചു പോകും. എന്നിട്ട് ഇത് ടാബിൽ കുട്ടും. അപ്പോൾ ടാബിൽ കുത്താൻ പോകാൻ ഞങ്ങൾക്ക് ടാബിൽ കുട്ടി ഞാൻ ലുലുമുള്ള വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ചെങ്ങന്നൂർ സ്റ്റേഷൻ കേട്ടോ. ചെങ്ങന്നൂർ ഇനി കൊല്ലം തിരുവനന്തപുരം. എന്നാലും ട്രെയിനിൽ VIP ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉറപ്പില്ല. എന്നാലും ചെങ്ങന്നൂർ സഭയിലുണ്ടല്ലേ. നമ്മൾ രാവിലെ അങ്ങോട്ട് പോയത് ഒറ്റ ദിവസം തന്നെ 5 വീഡിയോസാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും അവസ്ഥ ആരോഗ്യമൊക്കെ കണ്ടോ. ചെങ്ങന്നൂർ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇപ്പം ലുലുമോളിലെ വിഷ്വൽസ് ടാബിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മധുരത്തിന് ഇതും ഒരു കഴിക്കും. ഇനിയിപ്പം വന്ദേ ഭാരത് ഇങ്ങനെ കാണിക്കുന്നതാണ്. പുറത്തുള്ള
ചെങ്ങന്നൂർ ചെങ്ങന്നൂർ സ്റ്റേഷൻ. അപ്പം എൻ്റെ സീറ്റ് ഒരു വിൻഡോ സീറ്റാണ്. C7-ല് 55. ഓക്കെ, വേറെ കോച്ചിലേക്ക് നോക്കി, പക്ഷെ അവിടെ സീറ്റ് ഇല്ല. അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറും. ഓക്കെ, സോ ഞാൻ ഈ കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്യട്ടെ. കായംകുളം ജംഗ്ഷൻ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലാപ്ടോപ്പില് മറ്റേ വീഡിയോ അപ്ലോഡ് ആവുന്നു. ഈ മറ്റേ പോയ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ പ്ലേ ആവുന്നതുമുണ്ട്. പിന്നെ ഓക്കെ, ഇത് എക്സ്പോർട്ട് ആവുന്ന സമയം എടുക്കും. ഫോണിൽ ചാർജ് ഇല്ല, 13% ഉള്ളൂ. അതിന്റെ നൈറ്റ് ചാർജ് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചാർജർ എടുക്കാൻ മറന്നുപോയി. കാരണം ഞാൻ പവർ ബാങ്ക് എടുക്കും എന്നുള്ള ഓർമ്മയിലാണ് ചാർജർ എടുക്കാൻ തരുന്നത്. പക്ഷെ ഞാൻ പിന്നെയാണ് ഓർത്തത് പവർ ബാങ്കും എടുത്തില്ല, ചാർജറും എടുത്തില്ല. നോക്കട്ടെ. ഇന്നലെ രാത്രി 8:30 ഉറങ്ങിയിട്ട് രാവിലെ 2 മണിക്ക് എണീച്ച് ഞാൻ ഉറക്കം വരേണ്ട സമയം കഴിഞ്ഞു. നേരത്തെ എണീച്ചത് കൊണ്ട് പക്ഷെ 9:30 ഉറക്കം വരുന്നില്ല. എന്റേതായാലും ഉറക്കം കണക്ക്. ഇതിപ്പം എക്സ്പോർട്ടും ഇമ്പോർട്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീടെത്തുന്നവരെ, വീട്ടിന് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നവരെ എനിക്ക് എൻ്റെ ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഹോട്ട്സ്പോട്ട് ഓഫ് ആയാൽ വീഡിയോ ഓഫ് ആയി പോകും. ലാപ്ടോപ്പിലാകുമ്പോൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ നമുക്ക് അവിടെ പോസ്. പക്ഷെ ഇതിൽ പോസായാൽ പാടാണ്. ഇതിൽ വീഡിയോ ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയാൽ പോസായി പോയാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ നെറ്റ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ ലുലുവിൽ പോയ സമയത്ത് മറ്റേ ചാലക്കുടി എറണാകുളം എക്സ്പ്രസ് ചാലക്കുടി പോയ വീഡിയോ എൻ്റെ ബാഗിൽ ടാബ് വെച്ചിട്ട് ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതാണ് എൻ്റെ ഫോണിൽ പെട്ടെന്ന് ചാർജ് പോയത്. ഞാൻ ബാറ്ററി സേവ് മോഡ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒക്കെ അറിയില്ല. ഇപ്പം പവർ ബാങ്ക് ചാർജിന് കുത്തിയിടണം. പവർ ബാങ്ക് അപ്പം റോച്ചിറ കഴിഞ്ഞു, കൊല്ലം എത്തിയില്ല. ഉണ്ടാവുന്നുണ്ട്. ഇപ്പം യാത്ര ചെയ്യുന്ന കരുനാഗപ്പള്ളി കഴിഞ്ഞ ശാസ്ത്ര കോട്ടയിലേക്ക് പോകുന്നത്. ഈ ഒരു പിടിച്ചിടുന്നുണ്ട്. സ്വാഭാവികമാണ്. പോലെ കൊല്ലത്തിപ്പം അരമണിക്കൂർ അടുപ്പിച്ച് വണ്ടി ലേറ്റാണ്. കേരള തീവ്ര ട്രെയിന് മാക്സിമം പിടിക്കാൻ പറ്റുന്നത്
ചെയ്തു. അതിനുശേഷം പിന്നെ വന്ദേഭാരത് യാത്ര ചെയ്തിട്ട് അതിനുശേഷം പിന്നെ മംഗളൂർ വന്ദേഭാരത് തുടങ്ങുമ്പോഴേക്കും കൊല്ലത്ത് രാവിലെ പോയി ഉച്ചയ്ക്ക് വരുമ്പോൾ വന്ദേഭാരതിൽ തിരിച്ചു വരും. അപ്പം അതിൽ കുറേ തവണ കൊല്ലം തിരുവനന്തപുരം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഗുരുവായൂർ പോകാൻ വേണ്ടി അപ്പം തൃശ്ശൂർ വരെ വീടുണ്ട്. പിന്നെ ഇപ്പം ഫാമിലി ട്രിപ്പ് ആയപ്പോഴത്തേക്കും ഇതാണ് കുറച്ചുകൂടി ഡിഫറെൻറ്റ്. ഞാൻ അതിൻ്റെ റീസൺ കൂടെ പറഞ്ഞു. ഇതാണ് റീസൺ. ഈ ഒരു ട്രെയിൻ അല്ലാണ്ട് വേറെ ട്രെയിൻ എടുക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. കൊടുക്കുന്ന കാണിച്ചു അതാകുമ്പോൾ വീട്ടിലെത്തുന്ന സമയം ആ മംഗളൂർ തിരുവനന്തപുരം വണ്ടി ഇറങ്ങുന്നില്ല. ഏതാനും സമയങ്ങളാണ് അല്ലേ കൊല്ലം ഇല്ല. കൊച്ചിൻ മെട്രോന് വീഡിയോ ഞാൻ നോക്കി. എന്നാലും ഒരു 7 മിനിറ്റ് അടുപ്പിച്ച് പറഞ്ഞുണ്ട്. അതിപ്പം കട്ട് ചെയ്തത് കുറച്ചെല്ലാം കട്ട് ചെയ്ത് ഏതായാലും 5 മിനിറ്റ് കൂടുതലുണ്ട്. അത് മതി. അപ്പം നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അതായത് ഇത് അപ്ലോഡിങ് വൺ വീഡിയോ ആണ്. ഇത് ചാലക്കുടി ടു ഇടപ്പള്ളി പാസഞ്ചർ ട്രെയിനിൻ്റെ വീഡിയോ ആണ്. ഇത് എക്സ്പോർട്ട് ആവുന്നത് ലുലു മോള് എക്സ്പ്ലോർ ചെയ്തില്ല അതിൻ്റെ വീഡിയോ ആണ്. അത് ഇതല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇത് എക്സ്പോർട്ട് ആവില്ല. എന്നാലും നോക്കുവാണ്. ഇപ്പോൾ ഫോണിൽ കൂടെ എക്സ്പോർട്ട് ചെയ്യാത്തതും ഉണ്ട്. ഇപ്പോൾ ഇതിലാണ് സുഖമാണ്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ സ്പീഡിലാണ്. ഞാനിപ്പോൾ മെട്രോവിൻ്റെ മാപ്പ് ചെയ്തില്ല. അപ്പോൾ ആ മെട്രോവിൻ്റെ മാപ്പ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റേഷനിലേക്ക് ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ. ഏത് അങ്ങോട്ട് അമൃത എക്സ്പ്രസ് ആണ്. അമൃത എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കാരണം സ്റ്റാറ്റസ് ഒന്നും നോക്കണില്ല. ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അമൃത എക്സ്പ്രസ് ആണ് തോന്നുന്നതാണ്. അമൃത എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ എത്തേണ്ട സമയമായില്ലേ? ട്രെയിനിൽ ബോർഡൊന്നും ഇല്ലേ? ഏത് വണ്ടിന്ന് മനസ്സിലായില്ല കേട്ടോ. അമൃത എക്സ്പ്രസ് തന്നെയായിരുന്നു കേട്ടോ. അമൃത എക്സ്പ്രസ് തന്നെയായിരുന്നു. ഇപ്പം നോക്കി. ചെന്നൈ രാമേശ്വരം തിരുവനന്തപുരം. ഈ ഒരു അങ്ങോട്ട് കാസർഗോഡേക്ക് പോകുമ്പോൾ ശരിക്കും കൊല്ലത്ത് 50 അരി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എന്നിട്ടും അവർക്ക് 10 എത്തുന്നത്. കൊച്ചുവേളി കഴിഞ്ഞിട്ട് ജനൽ അങ്ങോട്ട് നോക്കിയിരിക്കണം. ബിക്കോസ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. മൈക്കെല്ലാം തിരിച്ച് വെച്ച്, കാരണം
പെട്ടെന്ന് ഇറങ്ങണമല്ലോ. ആദ്യമായിട്ടാണ് മൈക്ക് കൊണ്ടിട്ട് ലോങ് ഡിസ്റ്റൻസ് ഞാൻ വരുന്നത്. അപ്പം അത് നോക്കിയത് എൻ്റെ ചെന്നൈ പോകുമ്പോൾ മൈക്ക് വേണം. അപ്പം എൻ്റെ സീറ്റിൻ്റെ അടുത്ത് 2 റോയും ആരുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉച്ചത്തെ മൈക്കില്ലാണ്ട് സംസാരിക്കുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം കൊച്ചി മെട്രോയിൽ നമുക്ക് ടിക്കറ്റിൻ്റെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതുപോലത്തെ സിസ്റ്റം, അതായത് എയർപോർട്ടിലുള്ള രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്ക്, എയർപോർട്ടിലുള്ള രീതിയിലുള്ള ചെക്കിൻ പ്രോസസ്സ് എല്ലാം നമ്മളെ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കൂടി കൊണ്ടുവന്നാൽ പല കാര്യങ്ങളും, പല ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തടയാൻ പറ്റും. എന്നിട്ട് എല്ലാ ട്രെയിനുകളും ഓട്ടോമാറ്റിക് ഡോർ ആക്കുക. പിന്നെ എന്താ പറയുക, എല്ലാം ട്രെയിൻ അപ്പം പറ്റുന്ന എല്ലാം ട്രെയിനുകളും LSC കോച്ചിലേക്ക് മാറ്റുക. ശരി, എല്ലാവരും ഇറങ്ങുമുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനും അതുപോലെ ചെയ്യട്ടെ. കൊച്ചുവേലി തിരുവനന്തപുരത്ത് 10:40. ഈ സമയത്ത് സെൻട്രലുകാരൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി എപ്പോഴും ലേറ്റാണ്. എപ്പോഴും 19 അടുപ്പിച്ചാവും കയറുമ്പോൾ. ഇനി ആ ടൈം, അത് ഫാക്ട് ടൈം ഇട്ടിട്ടുണ്ട്. കൊല്ലത്തെല്ലാം 10 മണിക്കാണ് എത്തുക. കൊല്ലത്തിന് മിനിമം 48 മിനിറ്റെങ്കിലും വേണം വന്ദേ ഭാരതിന്. കൊച്ചിയിൽ സ്റ്റേഷൻ കഴിഞ്ഞു. പിന്നെ എയർപോർട്ടിൻ്റെ വിഷ്വൽസും കൂടി എടുത്തിട്ട് ഞാൻ എല്ലാം ഇറങ്ങാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യട്ടെ. വന്ദേ ഭാരത് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ബൈ.